ശേഷം ഇന്ന് ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ലഹരി ഉപഭോഗം നടത്തുന്ന, ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്ത ഒരു സംസ്ഥാനത്തിൻ്റെ പേരായി ഈ സാക്ഷര സുന്ദര കേരളം മാറി എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുമൊക്കെ ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന കാലത്തൊക്കെ മദ്യത്തിൻ്റെ ഒഴുക്ക് ഇവിടെ നടന്നിരുന്നു എന്ന് നമുക്ക് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. 1980കളിലെ മണിച്ചൻ്റെ ഡയറി പരിശോധിച്ചാൽ ആ കാലഘട്ടം മുതൽ നമുക്കറിയാം കേരളത്തിലെ കള്ള് ഷാപ്പുകാരന്, ചാരായ ഷാപ്പുകാരന് മദ്യം മുതലാളിമാരുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ചരിത്രം തെളിയിച്ച കാര്യം. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മൾ 5 ഗ്രാം പിടിച്ചാൽ, 10 ഗ്രാം പിടിച്ചാൽ ഇതൊക്കെ വലിയ വാർത്തയാണ്. ഈ നമ്മുടെ നാട്ടിലെ 5 ഗ്രാമും 10 ഗ്രാമും ഒക്കെ കിട്ടുന്നത് ടൺ കണക്കിന് സാധനം കേരളത്തിലേക്ക് ഒഴുകിയിട്ടല്ലേ? അതിൻ്റെ ചില്ലറ വിൽപ്പനക്കാരെ മാത്രം പിടിക്കുന്നത്. എന്തുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥമായ സോഴ്സ് ഇവിടെ കിലോ കണക്കിന്, ടൺ കണക്കിന് ഈ കേരളത്തിലേക്ക് ബാംഗ്ലൂർ വഴി, തമിഴ്നാട് വഴി, അതല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വന്നിറങ്ങുമ്പോൾ എന്തുകൊണ്ടത് പിടിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല? ഞങ്ങളൊക്കെ ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായി ഭരണകൂടത്തിൽ ഇരിക്കുന്നവർ പോലും പറയുന്നു, ഉദ്യോഗസ്ഥന്മാർ അവർ വഴി ഇന്ന് ഭരിക്കുന്ന സർക്കാർ ഇതിൻ്റെ പങ്ക് പറ്റുന്നു എന്നതാണ് ഇന്ന് ഞാനും നിങ്ങളും കാണുന്ന യാഥാർത്ഥ്യങ്ങൾ. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇന്ന് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. ഈ ടൺ കണക്കിന്, കിലോ കണക്കിന് സാധനങ്ങൾ വരുന്നത് എന്തുകൊണ്ട് സർക്കാരിന് അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല? ഒരു കാലത്ത് നമുക്കറിയാം കേരളത്തിലേക്ക് സ്പിരിറ്റ് ലോറികൾ ഒഴുകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വാളയാർ ചെക്ക് പോസ്റ്റൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് ഐക്യജനാധിപത്യ മുന്നണി അതിനെ ഇല്ലാതെയാക്കിയത്? അതിനുവേണ്ടി മാത്രം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, അതിനുവേണ്ടി കൃത്യമായ ഒരു സ്ക്വാഡ് എൻഫോഴ്സ്മെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ 2 IG-മാർക്ക് അതിന്റെ ചുമതല കൊടുത്തുകൊണ്ട് കാലങ്ങളോളം നടന്ന വേട്ടയാടലിന് ശേഷമാണ് ഈ എൻഫോഴ്സ്മെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് അത് നിർത്തലാക്കാൻ നമുക്ക് സാധിച്ചത്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ? എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ലഹരി, രാസലഹരി